ഈശോ പറയുന്നു, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ദരിദ്രരെന്ന് പറഞ്ഞാൽ സാമ്പത്തികം ഇല്ലാത്തവരെ നല്ല അർത്ഥം. അത് ഒരു ദാരിദ്ര്യം മാത്രമാണ്. പൈസ ഇല്ലാത്തത് ഒരു ദാരിദ്ര്യാവസ്ഥ മാത്രമാണ്. വിശുദ്ധി ഇല്ലാത്തത് ഒരു ദാരിദ്ര്യാവസ്ഥയാണ്. വിശ്വാസം ഇല്ലാത്ത ഒരു ദാരിദ്ര്യാവസ്ഥയാണ്. പ്രാർത്ഥന ഇല്ലാത്ത ഒരു ദാരിദ്ര്യാവസ്ഥയാണ്. സ്നേഹമില്ലാത്ത ഒരു ദാരിദ്ര്യാവസ്ഥയാണ്. പ്രിയപ്പെട്ടവരെ, നല്ല സ്വഭാവം ഇല്ലാത്ത ഒരു ദാരിദ്ര്യാവസ്ഥയാണ്. ഈശോ പറയുകയാണ്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്നിട്ട് ഏതൊക്കെ കാര്യത്തിലാണ് ഈശോ ഇടപെടുക? കർത്താവ് പറയുകയാണ്, ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം. അപ്പൊ നോക്കിക്കേ, ഈശോ വന്നിരിക്കുന്നത് ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് അല്ല. കർത്താവ് പറയുകയാണ്, ബന്ധിതർക്ക് മോചനം. ഏതൊക്കെ കാര്യത്തിൽ നീ ഇന്ന് നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ സ്വഭാവത്തിൽ, നിന്റെ ആരോഗ്യ മേഖലയിൽ ഏതൊക്കെ രീതിയിൽ നീ ഇന്ന് ബന്ധിക്കപ്പെട്ട് കിടക്കുന്നുണ്ടോ ആ മേഖലയിലെല്ലാം നിന്നെ മോചിപ്പിക്കാനായിട്ടാണ് ഈശോ വന്നിരിക്കുന്നത്. ഒരു വ്യക്തിക്ക് വേണ്ടിയോ ഒരു പ്രത്യേക കാര്യത്തിലോ മാറ്റം വരുത്താൻ മാത്രമല്ല ഈശോ വന്നത്. എല്ലാ മേഖലകളിലും ഒരു വ്യത്യാസം വരുത്താൻ, ഒരു ശാശ്വതമായ വ്യത്യാസം വരുത്താൻ കർത്താവ് വന്നിരിക്കുകയാണ്. ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച. അന്ധർക്ക് കാഴ്ച എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിയപ്പെട്ടവരെ? കണ്ണ് കാണാത്തവെന്ന് മാത്രമല്ല അർത്ഥം. ജീവിതത്തിൽ ഇരുട്ടിൽ തപ്പി തടയുന്നത് പോലെ ഇനി മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഭയപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരുണ്ട്. ഓരോ ദിവസവും അനേകര് പ്രാർത്ഥിക്കാനായിട്ട് വരുന്നുണ്ട്. എനിക്കറിയാം പ്രിയപ്പെട്ടവരെ, ഒരു കുറച്ച് സമയം ഒരു മനുഷ്യന്റെ മുമ്പിൽ ഇരിക്കുമ്പോഴാണ് അവരുടെ ജീവിതത്തിന്റെ ഓരോരുത്തരുടെ അവസ്ഥ മനസ്സിലാവുക. രോഗം മാത്രമല്ല, അതിനേക്കാൾ ഞെരുക്കപ്പെടുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഈശോ പറയുകയാണ്, ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം. ഏതെങ്കിലും തിന്മ നമ്മളെ അടിമപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഈശോയ്ക്ക് ഒരു സ്വാതന്ത്ര്യം തരാനായിട്ട് പറ്റും. നമ്മളത് മനസ്സുകൊണ്ട് വിശ്വസിക്കണം. കർത്താവ് ഇടപെടുവാനായിട്ട് ഏറ്റവും വേണ്ട ഒരു യോഗ്യതയാണ് നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ഉറക്കെ പറയാം ഹല്ലേലൂയ. കരമൊന്ന് ഉയർത്തി പറയാം ഹല്ലേലൂയ. ശക്തിയോടെ സ്വരത്തിൽ പറയാം ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ രോഗമാണെങ്കിലും തടസ്സമാണെങ്കിലും തകർച്ചയാണെങ്കിലും ഇടപെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം പ്രിയപ്പെട്ടവരെ? പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥിക്കുക.